الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്താണ്. അള്ളാഹുവിന്റെ രക്ഷാ കവചം എന്നാണ് ആയത്തുൽ കുർസിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിശാചിൽ നിന്നുള്ള സുരക്ഷിതത്വം ലഭിക്കാനും ഈ ആയത്തുൽ കുർസി ഉപകരിക്കും. ഈ ആയത്തിൽ അല്ലാഹു തആല അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഈ ആയത്തെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം. അതിനുവേണ്ടി നിസ്കാര ശേഷം ഈ ആയത്തെ പതിവാക്കണം എന്ന നിർദ്ദേശം നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നാം പറഞ്ഞു വന്ന ഉറക്കിന്റെ മര്യാദകളിൽപ്പെട്ട ഒന്നുകൂടിയാണ് ഈ ആയത്തുൽ കുർസി. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സകാത്തി റമളാൻ. റമളാൻ മാസത്തിൽ സകാത്തിന്റെ സമ്പത്ത് സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ചു. രാത്രി സമയത്ത് സക്കാത്തിന്റെ മുതലിന് ഞാൻ കാവൽ നിൽക്കുന്ന സമയത്ത് ഫഅതാനി ആത്തിൻ, ഒരാൾ എൻ്റെ അടുത്ത് വന്നു. ഫജഅല യഹ്സു മിനത്ത്വആം, അയാൾ സംഭരിച്ചു വെക്കപ്പെട്ട സക്കാത്തിന്റെ മുതൽ മോഷ്ടിക്കുന്നു. ഫഅഖദ്തുഹു, ഞാൻ അയാളെ പിടികൂടി. വഖുൽതു, ഞാൻ അയാളോട് പറഞ്ഞു, വല്ലാഹി ലഅർഫഅന്ന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും ഞാൻ നിന്നെ നബിയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് ഖാല, അയാൾ എക്സ്ക്യൂസ് പറഞ്ഞു, ഇന്നി മുഹ്താജുൻ വഅലയ്യ അയ്യാലും വലി ഹാജത്തുൻ ഷദീദ, ഞാനൊരു ആവശ്യക്കാരനായതുകൊണ്ട് നിർബന്ധിത സാഹചര്യത്തിൽ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മോഷ്ടിച്ചത്. അതുകൊണ്ട് എന്നെ മോഷ്ടിക്കാൻ വന്നത്, എന്നെ വെറുതെ വിടണം. അപ്പൊ ദയാലുവായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖല്ലൈതു അൻഹു, അയാളെ ഞാൻ വെറുതെ വിട്ടു. അങ്ങനെ ഫഅസ്ബഹതു, നേരം പുലർന്നു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്നെ കണ്ട സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ അബൂ ഹുറൈറ മാ ഫഅല അസീറുകൽ ബാരിഹ, ഇന്നലെ രാത്രി വന്ന ഒരു കള്ളനില്ലേ, മോഷ്ടിക്കാൻ വന്ന്, എന്താണ് അയാളോട് നീ ചെയ്തത്, അയാളോട് നീ കാണിച്ചത് എന്താണ്? ആ സമയത്ത് അബൂ ഹുറൈറ പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് ശക്കാ ഹാജതൻ ശദീദതൻ വഅയാലൻ ഫറഹിംതുഹു ഫഖല്ലൈതു സബീലഹു, അയാളെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ പറഞ്ഞപ്പോ ഞാൻ അയാളെ മോചിപ്പിച്ചു, അയാളെ പുറത്ത് വിട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമാ ഇന്നഹു ഖദ് കദിബക, അയാൾ പറഞ്ഞത് നുണയാണ്. വസയഊദു, ഇന്നും അയാൾ വരും. അങ്ങനെ ഫഅറഫ്തു അന്നഹു സയഊദു ലിഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു സയഊദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അയാൾ വരുമെന്ന ബോധ്യത്തിൽ അബൂ ഹുറൈറ ഒരുങ്ങി നിന്നു. അവൻ രണ്ടാമത്തെ ദിവസവും വന്നു. ഇതേ സംഭവം ആവർത്തിച്ചു. പിറ്റേന്ന് നബി തങ്ങൾ അബൂ ഹുറൈറയോട് ചോദിച്ചപ്പോഴും അബൂ ഹുറൈറ ഇതേ മറുപടി പറഞ്ഞു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, മൂന്നാമതും അയാൾ വരും. അങ്ങനെ മൂന്നാമത്തെ രാത്രിയിലും അയാൾ വന്നു. അബൂ ഹുറൈറ പറയുന്നു, فقلت لأرفعنك إلى رسول الله وهذا آخر ثلاث مرات.
ഇന്നെന്തായാലും ഞാൻ നിന്നെ നബിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. കാരണം നീ മൂന്നാമത്തെ ദിവസമാണ് ഈ കളവ് പറഞ്ഞ് വരൂല എന്ന് പറയും, എന്നിട്ട് വീണ്ടും വരും, പിന്നീട് മോഷ്ടിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് അയാൾ പറഞ്ഞു, ദഅനീ, എന്നോട് ക്ഷമ കാണിക്കണം, എന്നെ ഒഴിവാക്കി തരണം. അങ്ങനെ നീ എന്നെ ഒഴിവാക്കി തന്നാൽ, പരാതി നബിയോട് പറയാതിരുന്നാൽ, എന്നെ കുറ്റക്കാരനാക്കാതിരുന്നാൽ ഞാൻ നിനക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരാം, ഒരു കലിമത്ത് പഠിപ്പിച്ചു തരാം. ആ സമയത്ത് ഖുൽതു മാ ഹുവ, എന്താണ് കലിമത്ത്? വിജ്ഞാനം, അറിവ് എന്നൊക്കെ പറഞ്ഞാൽ അബൂ ഹുറൈറയുടെ വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഞാൻ പഠിപ്പിച്ചോണ്ടാ, ഞാൻ ആരോടും പറയില്ല, ഒഴിവാക്കി തരാം. ആ സമയത്ത് അയാൾ പറഞ്ഞു, ഇദാ ആവൈത ഇലാ ഫിറാഷിക, നീ നിന്റെ വിരിപ്പിലേക്ക് പോകുമ്പോൾ ഫഖറ ആയത്തുൽ കുർസി, ഈ ആയത്തുൽ കുർസി ഓതുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തുൽ കുർസി. ഇതുവരെ ഹത്താ തഖ്തിമൽ ആയ, അവസാനം വരെ. എന്തുകൊണ്ടെന്നാൽ ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിൾ, അത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു രക്ഷാകവചമാണ്. വലാ യഖ്റബന്നക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ, സുബ്ഹി വരെ ശൈത്വാനിന്റെ യാതൊരു സാന്നിധ്യവും യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും നിനക്കുണ്ടാവില്ല എന്ന വിവരം, എന്ന അറിവ് ഇയാൾ അബൂ ഹുറൈറയോട് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് അബൂ ഹുറൈറ പറയുന്നു, ഫഹല്ലൈതു സബീലഹു, അയാളെ ഞാൻ വെറുതെ വിട്ടു. അങ്ങനെ ഫഅസ്ബഹതു ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേരം പുലർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ചോദിച്ച അതേ ചോദ്യം ചോദിച്ചു, എന്ത് ചെയ്തു ഇന്നലത്തെ മോഷ്ടാവിനെ? ആ സമയത്ത് സംഭവങ്ങളൊക്കെ അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖ, നിന്നോട് അയാൾ പറഞ്ഞത് സത്യമാണ്. വഹുവ കദ്ദാബുൻ, അവൻ നുണയനാണെങ്കിലും ആ പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, തഅലമു, നിനക്കറിയുമോ, മൻ തുഖാതിബു മുൻദു സലാസ ലയാലി യാ അബാ ഹുറൈറ, 3 ദിനരാത്രങ്ങളിലായി നിന്റെ അടുത്ത് വന്ന അയാൾ ആരാണെന്ന് നിനക്കറിയുമോ? ആ സമയത്ത് ഖാല, അബൂ ഹുറൈറ പറഞ്ഞു, ലാ, അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല ദാക ശൈത്വാനും, അതാരാണ്? ശൈത്വാന. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദാക ശൈത്വാനും, അയാൾ ശൈത്വാനാണെങ്കിലും പറഞ്ഞത് സത്യമാണ്. അഥവാ ശൈത്വാൻ പഴപ്പിക്കില്ല എന്ന്, ഞാൻ നിന്നെ പഴപ്പിക്കില്ല എന്ന് ശൈത്താൻ തന്നെ സാക്ഷ്യം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര പ്രാധാന്യപൂർവ്വം നമ്മെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി എല്ലാ രാത്രിയിലും ഓതണം. അത് പ്രത്യേക സുന്നത്തുള്ള കാര്യമാണ്. അത് അള്ളാഹുവിന്റെ രക്ഷാകവചമാണ്. പിശാചിന്റെ ശർറിൽ നിന്ന് അള്ളാഹു തആല രക്ഷ നൽകുന്ന ഒരു ആയത്ത് കൂടിയാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആയത്ത് കൃത്യമായി അർത്ഥസഹിതം പഠിക്കുക. എല്ലാ രാത്രിയിലും എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ആ ആയത്ത് പതിവാക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.